വരത്തുപോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പറയാനുള്ള കാര്യം വരത്തുപോക്ക് എന്നൊരു സംഭവം ഉണ്ട്. അത് എന്താണ് സിമ്പിൾ ലോജിക്കലി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഒരു കൊലപാതകം നടന്നു വിചാരിക്കുക. കൊലപാതകം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മഴ പെയ്ത് കൊടുങ്കാറ്റടിച്ച് എല്ലാം ചെയ്താലും പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാലും ശരി ഒരു നായ വന്ന്, ഒരു പോലീസ് ട്രെയിനിങ് കിട്ടിയ ഒരു നായ വന്ന് അതിൻ്റെ സ്മെല്ല് പിടിച്ച് ഈ കൊലപാതകം ചെയ്ത വ്യക്തി പോയ റൂട്ട് കണ്ടുപിടിച്ച് ഓടിപ്പോകുന്നില്ലേ? എന്തുകൊണ്ട് നായ ഓടിപ്പോകുന്നു? നായക്ക് ഒരു സെൻസ് എബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് നായ ആ വഴിക്ക് യാത്ര ചെയ്യും. പക്ഷെ അതിനു മുൻപ് മഴ പെയ്തു, കൊടുങ്കാറ്റടിച്ചു, എല്ലാം സംഭവിച്ചാലും അവിടെ നശിച്ചു പോകാത്ത ഒരു സാധനമുണ്ട്. ആ ഫ്രീക്വൻസി പിടിച്ചിട്ടാണ് നായ അത് പോകുന്നത്, ശരിയല്ലേ? അതുപോലെ വരത്തുപോക്ക് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ഒരു എനർജി പാസ് ചെയ്ത് കൊണ്ടുപോകും. അത് മനുഷ്യനാവാം, മൃഗമാവാം, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. ഒരു എനർജി സ്ഥിരമായിട്ട് ഒരു വഴിയിലൂടെ പോകുന്നുണ്ട് എങ്കിൽ അത് കാലാകാലങ്ങളോളം, അതായത് 1000ഓളം വർഷങ്ങൾ വരെ ആ എനർജി അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതൊരു അമ്പലത്തിൽ നിന്നും ഒരു എനർജി മറ്റൊരു അമ്പലത്തിലേക്ക് പോകുന്നതാവാം. ഉദാഹരണം, ഒരു കൊലപാതകി ഒരു ആഴ്ച കഴിഞ്ഞ് പോയാലും, ഒരാഴ്ച കഴിഞ്ഞ് പിടിക്കപ്പെട്ടാലും, ആ ഒരു പട്ടി വന്നാലും ആ സ്മെല്ല് പിടിച്ച് പോകുന്നത് പോലെ തന്നെ ഈ എനർജി ഫോഴ്സ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒരുപാട് കാലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു എനർജി ഫോഴ്സ്, ഒരു ലൈൻ അവിടെ ഉണ്ടാവും. ആ ലൈനിലൂടെ എനർജി ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് വരത്തുപോക്ക് എന്ന് പറയുന്നത്.